ഹലോ ഫ്രണ്ട്സ്, ഇത് കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ പരിശീലന പദ്ധതിയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ അധിഷ്ഠിത പരിശീലന പദ്ധതിയിലൂടെ ഒരു ശരാശരി വ്യക്തിയെ, അതായത് IT രംഗത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ IT ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ മുതൽ അസംബ്ലിംഗ് പ്രോസസ്സ് മുതൽ ട്രബിൾ ഷൂട്ടിംഗ് പ്രോസസ്സ് വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളൊരു വ്യക്തിക്ക് IT പ്രൊഫഷണലായി മാറാൻ അവസരം കൊടുക്കുന്ന ഒരു വീഡിയോ ട്രെയിനിങ് പാക്കേജാണിത്. കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുൻപും അതിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സൗജന്യ തലത്തിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ, പൊതു IT ടിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു സമഗ്രമായ പഠന പദ്ധതിയാണ്. അതായത് പൂർണ്ണമായും ഒരു പ്രാക്ടിക്കൽ അധിഷ്ഠിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ലാബുകളും അടക്കം പൂർണ്ണമായും തൊഴിലധിഷ്ഠിതമായ ഒരു പരിശീലന പദ്ധതി ഇതിൽ തുടങ്ങി വയ്ക്കുകയാണ്. കുറച്ച് നാൾക്ക് മുമ്പ് cybermalayalam.com എന്ന വെബ്സൈറ്റിലൂടെ ഈ പരിശീലന പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് അഡീഷണൽ കാലതാമസങ്ങൾ നേരിട്ടത് കൊണ്ട് അത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സ് തുടങ്ങി വയ്ക്കാൻ. എന്തായാലും ഞങ്ങൾ അതിൻ്റെ ബേസിക് ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് തുടങ്ങി വയ്ക്കുകയാണ്. ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയപ്പോൾ തന്നെ പലരും ചോദിച്ചിരുന്നു. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ കൂടെയാണ് ഇന്ന് ഈ ഇനിഷ്യൽ ടോക്ക് നമ്മൾ നടത്തുന്നത്. തുടക്കത്തിൽ പറഞ്ഞാൽ ആദ്യം ഒരു കാര്യം പറയാം. ഇത് പൂർണ്ണമായും സൗജന്യമായൊരു പരിശീലന പദ്ധതിയാണ്. ഈ ഒരു വീഡിയോ ക്ലാസ്സിന് യൂട്യൂബിലൂടെ സ്വതന്ത്രമായി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയോ വിതരണം ചെയ്യുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ട് വയ്ക്കുന്നുമില്ല. ഇത് പല മോഡ്യൂളുകളായി തിരിച്ചിട്ട് ഒരു റിയൽ പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെ നടക്കുന്നോ അതേപോലെ തന്നെ ഇമ്പാർട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ വീഡിയോ സ്ക്രീൻ കാസ്റ്റിംഗ് വഴി ആക്ച്വൽ ഡെമോൺസ്ട്രേഷൻ പ്രോസസ്സുകൾ നടത്തുകയും റിയൽ തിയറട്ടിക്കൽ ആസ്പെക്റ്റിൽ വേണ്ട കാര്യങ്ങൾ ഇതുപോലൊരു ഫേസ് ടു ഫേസ് ചർച്ചകൾ നടത്തുക ഉൾപ്പെടെയാണ് നമ്മുടെ ഉദ്ദേശം. അതായത് എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്നൊരു അടിസ്ഥാന ചോദ്യം മുതൽ കമ്പോണന്റ് ഐഡന്റിഫിക്കേഷൻ, ടെസ്റ്റിംഗ്, ക്വാളിറ്റി കൺട്രോൾ, കമ്പ്യൂട്ടർ അസംബ്ലിംഗ്, അഗെയിൻ അടിസ്ഥാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മുതൽ അഡ്വാൻസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ വരെയുള്ള ഇൻസ്റ്റലേഷൻ, കോൺഫിഗറേഷൻ, ഡിവൈസ് മാനേജ്മെന്റ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ അടിസ്ഥാന പാഠങ്ങളടക്കം ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആർക്കും IT ഫണ്ടമെന്റൽ കൺസെപ്റ്റുകൾ വ്യക്തമാകുക എന്നതാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഇത് മലയാളമാണ് നമ്മൾ മാധ്യമമായിട്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഇംഗ്ലീഷിലുള്ള ഇഷ്ടംപോലെ വീഡിയോ സെഷൻസ് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരെണ്ണം കൂടെ ആവേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ പൂർണ്ണമായും മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങാം. ഇതിനെക്കുറിച്ച്, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുകളോ ഫീഡ്ബാക്കുകളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സുകളിലൂടെയൊക്കെ പ്രകടിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്തരം ഒരു ഫീഡ്ബാക്ക് അധിഷ്ഠിതം കൂടെ ആയിരിക്കും ഈ പ്രോഗ്രാം. ഒരു ക്രമത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ ചെലവിട്ടാൽ ഏകദേശം 2 മാസം കൊണ്ടും, ഒരു ദിവസം 2 മണിക്കൂറൊക്കെ ചെലവിടാൻ സമയമുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് തീർക്കാവുന്ന രീതിയിലുള്ളൊരു പരിശീലന പദ്ധതിയാണ്. അപ്പം ഞങ്ങളുടെ ട്രെയിനിങ് ഷെഡ്യൂളിനിടയ്ക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഇത് പതിയെ ഷൂട്ട് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാം എന്നൊരു പ്ലാനിലാണ് ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത്. അപ്പം അതിൽ പൂർണ്ണമായും നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കും അത് തരുന്ന എനർജിയും ആയിരിക്കും ഞങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള മെയിൻ ഉത്തേജകമായി മാറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മുമ്പോട്ട് വരുന്നതനുസരിച്ച് ഇതിൽ ആവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസ്, മറ്റ് ട്രെയിനിങ് ലെവൽ റിലേറ്റഡ് ലിങ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെയും ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും തരുന്നതാണ്. അപ്പോൾ ക്രമത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒരു കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് അറിയിച്ച് ഇതിൻ്റെ ചർച്ചയുടെ ഭാഗമാവുമല്ലോ. താങ്ക് യു.